അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, തർബിയത്ത് ക്യാമ്പിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിൽ ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം ഹദീസുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ 1-2 ക്യാമ്പുകളിൽ ഹദീസുകളുടെ നിദാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിലുള്ള വിഷയങ്ങൾ ഒരല്പം കൂടി ഗ്രാഹ്യമായി മനസ്സിലാക്കുവാൻ പവർ പോയിൻ്റ് സംവിധാനത്തിലൂടെ ഒരു ശ്രമം നടത്തുകയാണ് ഇന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവകുലത്തിന് നൽകിയിട്ടുള്ള അടിസ്ഥാന 2 സന്ദേശങ്ങളാണ് പരിശുദ്ധമായ ഖുർആനും പരിശുദ്ധ ഹദീസുകളും. അത് കാണിക്കും. ഇതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതത്തിൽ തുടർച്ചയായി കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ്. പരിശുദ്ധ ഖുർആനിൽ നിന്നും വ്യതിചലിക്കപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം പൂർത്തീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് വിശുദ്ധമായ ഹദീസുകൾ. ലോകത്ത് പരിശുദ്ധ ഖുർആൻ മാത്രം അംഗീകരിച്ചാൽ മതി എന്ന് പറയുന്ന ആളുകളുണ്ട്. ഹദീസുകളിൽ പരിശുദ്ധ ഖുർആനിൻ്റെ അത്ര വ്യക്തത കാണാത്തതുകൊണ്ട്, അതിൽ പല പ്രശ്നങ്ങളും കാണുകയാണ് എന്നുള്ളത് കൊണ്ട് ഖുർആനിനെ മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് പറയുന്ന വിഭാഗങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പരിശുദ്ധ ഖുർആനിലെ തന്നെ ആയത്തുകളെ മുഴുവൻ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് പഠനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ പറഞ്ഞ വാചകം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. നാമാണ് ദിക്റിനെ ഇറക്കിയിട്ടുള്ളത്. അതിൻ്റെ വിശദീകരണങ്ങളിൽ പണ്ഡിതന്മാരും മുഫസ്സിരീങ്ങളുമൊക്കെ എഴുതി രേഖപ്പെടുത്തിയത് അത് കേവലം വിശുദ്ധ ഖുർആൻ മാത്രമല്ല, പരിശുദ്ധ ഖുർആനിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എന്തൊക്കെ ദീനിയായി അള്ളാഹുവിൻ്റെ കോടതിയിൽ പ്രതിഫലം ലഭിക്കുവാൻ ആവശ്യമായ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ലോകത്തിൻ്റെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. അത് മുഴുവൻ അംഗീകരിക്കൽ ഓരോ മനുഷ്യനും ബാധ്യതയാണ് എന്നതാണ് ഞാൻ ഈ ഗ്രന്ഥത്തെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഹദീസുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ മാത്രമേ സംരക്ഷിച്ചിട്ടുള്ളൂ, ഹദീസുകളെ അതുപോലെ സംരക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്ന ആളുകളോട് വളരെ വ്യക്തമായി നമുക്ക്
ചോദിക്കാൻ കഴിയും? ലോകത്തിൻ്റെ നാഥൻ ഹദീസുകളുടെ വിഷയത്തിൽ ഇത്രയേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടും അതിന് കൃത്യമായ തെളിവ് സഹിതം മറ്റൊരു മനുഷ്യന് ആ വിമർശകർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധ്യമാകുന്ന വിധത്തിൽ സംരക്ഷിച്ചു എന്നുള്ളത് തന്നെ അള്ളാഹു അതിനെ സംരക്ഷിക്കും എന്ന് പറഞ്ഞതിന് കൃത്യമായ തെളിവാണ്. അവരേത് വിമർശനങ്ങൾ കൊണ്ടുവന്നാലും ഇന്ന കാരണം കൊണ്ട് ഇത് കൃത്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഇതുവരെ മുസ്ലിം പണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. അതുതന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ മാത്രമല്ല ഹദീസുകളും സംരക്ഷിച്ചിട്ടുണ്ട് എന്നതിന് കൃത്യമായി തെളിവാണ്. സാധാരണയായി ഖുർആനിൻ്റെ വിഷയത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. കാരണം ഖുർആൻ മനഃപ്പാഠമാക്കി അതേപോലെ ആരാധനകളിൽ പാരായണം ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ മനസ്സുകളിൽ നിന്ന് അടുത്ത മനസ്സുകളിലേക്ക് ചലിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഹിഫ്ള് എന്ന രൂപത്തിൽ, മനഃപ്പാഠമാക്കിയ രൂപത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ മനസ്സുകളിൽ നിന്ന് മറ്റൊരു മനസ്സുകളിലേക്ക്, പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണം തന്നെ അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകൻ്റെ മനസ്സകങ്ങളിലേക്കാണ് ഖുർആൻ ഇറക്കി കൊടുത്തത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിൻ്റെ മനസ്സുകളിലേക്ക്, പ്രവാചകൻ്റെ സ്വഹാബ അടുത്ത തലമുറയിലേക്ക്, ഈ രൂപത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണം കൃത്യമായി മനഃപ്പാഠമാക്കി ഏത് ആയത്തിൻ്റെ അടുത്ത ആയത്താണ്, ഏത് സൂറത്തിൻ്റെ അടുത്ത സൂറത്താണ് എന്ന് വളരെ കൃത്യമായി വ്യക്തമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് തിരുത്താൻ സാധ്യമാകാത്ത രൂപത്തിൽ ഒരു ഗ്രന്ഥമായി മാറി. അതാണ് പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം അത് ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഗ്രന്ഥരൂപത്തിൽ സംരക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ അബ്ബാസിയ ഭരണകാലത്തു തന്നെ ഒരുപാട് കൂട്ടിച്ചേർക്കലുകൾ നടന്നിട്ടുണ്ട്. നിങ്ങൾ സ്ലൈഡ് കാണിക്കണില്ലേ അല്ലേ? കൂട്ടിച്ചേർത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഇതിൽ ബോധപൂർവമായ കൂട്ടിച്ചേർത്തലുകൾ നടത്തിയതുണ്ട്, അശ്രദ്ധമായി കൂടിച്ചേർന്നതുണ്ട്. നമുക്കറിയുന്ന ഒരു ചരിത്ര സംഭവമാണല്ലോ. ഒരു മനുഷ്യൻ ബത്തക്ക വിൽക്കുന്ന കച്ചവടം തുടങ്ങിയപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു അത്രേ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അക്കല ബിത്തീഖൻ ദഖലൽ ജന്ന, ആരെങ്കിലും ബത്തക്ക തിന്നാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇങ്ങനെ ബോധപൂർവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസുകൾ നിർമ്മിക്കാൻ തുടങ്ങി. വ്യാജന്മാരായ ആളുകൾ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം കാര്യങ്ങൾ നേടുവാൻ വേണ്ടി അവരൊക്കെ തന്നെ ഹദീസുകൾ നിർമ്മിക്കാൻ തുടങ്ങി. ഇതിലേതാണ് ശരിയായത്, ഏതാണ് ശരിയല്ലാത്തത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഒരവസ്ഥ പിന്നീട് കടന്നു വരികയുണ്ടായി. പിന്നീടാണ് ഹദീസുകളുടെ ക്രോഡീകരണം ആവശ്യമാണെന്ന് വന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലും ഫിഅലും തഖരീറും, ഇതാണ് ഹദീസ് എന്ന് പറയുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ അതൊക്കെ ഹദീസുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നമസ്കരിക്കുന്നത് അതുപോലെ നിങ്ങൾ നമസ്കരിക്കണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഹദീസുകളുടെ, ഖൗലിയായ ഹദീസുകളുടെ ഒരു തെളിവാണ്. മറ്റൊന്ന് റസൂലുള്ളാഹിയുടെ പ്രവർത്തനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിച്ചു. ആകെ ഒരു ഹജ്ജ് മാത്രമാണ് അദ്ദേഹം നിർവഹിച്ചത്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞത്, ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. ഖുദൂ മനാസിക്കക്കും, അതൊക്കെ ഏതു രൂപത്തിലാണ് എന്ന് കണ്ട് മനസ്സിലാക്കണം. ഞാനത് ചെയ്യും. ആ ചെയ്തതിൽ നിന്ന് എന്താണ് ഈ സ്ഥലത്ത് വെച്ച് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ കണ്ടു മനസ്സിലാക്കണം. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഫഇലിയായ ഹദീസുകൾ അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് സ്വഹാബികൾ കാണും, അത് പിന്നീട് ജീവിതത്തിൽ പകർത്തും. അവർ പറയും, റസൂലുള്ളാഹി ഇങ്ങനെ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്.
അത് മറ്റൊരു സ്വഹാബിക്ക് അറിയിച്ചു കൊടുക്കും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു വന്ന കർമ്മങ്ങളും ഹദീസുകളുടെ പരിഗണനയിലുള്ളതാണ്. മൂന്നാമത്തത് അംഗീകാരമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 9 നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 അന്ന് നോമ്പ് അനുഷ്ഠിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9 നോമ്പ് ഞാൻ അനുഷ്ഠിക്കും, താസുആയിൻ്റെ നോമ്പ് അനുഷ്ഠിക്കും. ഇതൊരു അംഗീകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഉടുമ്പിൻ്റെ മാംസം കൊണ്ടുവരികയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാംസം കഴിച്ചില്ല. സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് കഴിക്കാം, എനിക്കത് ഇഷ്ടമല്ല. അത് കഴിക്കാമെന്നുള്ള അംഗീകാരം കിട്ടി. ഈ രൂപത്തിൽ 3 തരത്തിലാണ് ഹദീസുകളുടെ ഏറ്റവും സുപ്രധാനമായ വിഷയങ്ങൾ ഉണ്ടാവുക. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം, റസൂലുള്ളാഹി നേരിട്ട് പറയും. 2, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരും. 3, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുന്നത്. ഇതാണ് പൊതുവിൽ ഹദീസിനെ നിർവചിക്കപ്പെടുക. എന്നാൽ ആ ഹദീസുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ്, പറഞ്ഞതാണ്, അംഗീകരിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ വരാൻ തുടങ്ങി. ഈ സമയത്ത് എങ്ങനെ ഒരു ഹദീസ് സ്വീകരിക്കണം, എന്താണ് ഹദീസുകൾ സ്വീകരിക്കാനുള്ള മാനദണ്ഡം എന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നീട് ഇതിൻ്റെ രചനകൾ ആരംഭിക്കുന്നത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ആദ്യമായി മുവത്ത എന്ന ഗ്രന്ഥം രചിക്കുമ്പോൾ ശ്രദ്ധിച്ച ഒരുപാട് കാര്യങ്ങൾ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് ഗ്രന്ഥം രചിക്കുമ്പോൾ ശ്രദ്ധിച്ച ഒരുപാട് കാര്യങ്ങൾ, ഈ 2 വിഷയമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം. അതിനെയാണ് ശ്രദ്ധിക്കുന്ന ഈ ഭാഗത്തെയാണ് ഉസൂലുൽ ഹദീസ് എന്ന് പറയുക. 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ഹദീസ് നമ്മൾ എടുക്കുമ്പോൾ 2 കാര്യം, ഒന്ന് സനദ്, 2 മത്തിന്. സനദിനെ കൃത്യമായി പഠിക്കണം. ആരിൽ നിന്ന് എങ്ങനെ റിപ്പോർട്ട് ചെയ്തു എന്നാണ് ആദ്യത്തെ പഠനം. അതിനെയാണ് സനദ് എന്ന് പറയാം. 2 മത്തിനാണ്. അതിലുള്ള കണ്ടന്റ് എന്താണ്, ആശയം എന്താണ്. ആ ആശയം ഒരിക്കലും ഇസ്ലാമിക ആദർശത്തിന് വിരുദ്ധമാവരുത്. ആ ആശയം ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച മറ്റു കൽപ്പനകളോട് വിരുദ്ധമാവരുത്, ഖുർആനിക പ്രസ്താവനകളോട് വിരുദ്ധമാവരുത്. ഈ രൂപത്തിൽ മത്തിനുകളെയും ശ്രദ്ധിക്കണം. അതിൽ സനദുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്നൊരൽപ്പം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അതിലാദ്യത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഹദീസുൽ ഖുദ്സിയാണ്. അതിനെ ഹദീസുൽ ഖുദ്സി എന്ന് പറയും, ഹദീസു റബ്ബാനി എന്ന് പറയും, ഹദീസു ഇലാഹി എന്നൊക്കെ പറയും. ഹദീസുൽ ഖുദ്സി എന്ന പേരാണ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാകുക. ഹദീസുൽ ഖുദ്സിയും മറ്റു ഹദീസുകളും അല്ലെങ്കിൽ ഹദീസുൽ ഖുദ്സിയും പരിശുദ്ധ ഖുർആനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതാണ് നിങ്ങൾ അടുത്തതായി ആ ഒരു സ്ലൈഡിൽ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനല്ലാത്ത തരത്തിൽ നൽകിയിട്ടുള്ള ആശയങ്ങളെയാണ് യഥാർത്ഥത്തിൽ ഹദീസുൽ ഖുദ്സി എന്ന് പറയാം. അത് പരിശുദ്ധ ഖുർആനും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ആശയം തന്നെയാണ്. പിന്നെ എന്താണ് ഖുർആനും ഈ ഖുദ്സിയായ ഹദീസുകളും തമ്മിലുള്ള വ്യത്യാസം? അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന്, പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഖുർആനിൻ്റെ ഓരോ ലഫ്ലുകളും പാരായണം ചെയ്യുമ്പോൾ അതിന് പുണ്യമുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു ഹർഫ് പാരായണം ചെയ്ത് അതിന് പുണ്യമുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുൽ ഖുദ്സിക്ക് അതിൻ്റെ ഒരു ഹർഫ് പാരായണം ചെയ്യുമ്പോൾ, ഒരു ലഫ്ല് പാരായണം ചെയ്യുമ്പോൾ പുണ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഇതാണ് ഖുർആനും ഈ ഹദീസുൽ ഖുദ്സിയും തമ്മിലുള്ള ഒരു വ്യത്യാസം. മറ്റൊരു വ്യത്യാസം, അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിച്ചതാണ് പരിശുദ്ധ ഖുർആൻ പോലെ ഒരു ആയത്ത് കൊണ്ടുവരിൻ, പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് പോലെയുള്ള ഒരു സൂറത്ത് കൊണ്ടുവരിൻ, ഖുർആൻ പോലെയുള്ള ഒരു ഗ്രന്ഥം കൊണ്ടുവരിൻ. ഇങ്ങനെ ആ നാട്ടിലുള്ളവരെയും ഖിയാമത്ത് നാൾ വരെ ജീവിക്കാനുള്ളവരെയും ഒക്കെ വെല്ലുവിളിച്ചിട്ടുണ്ട്. പക്ഷേ ഹദീസുൽ ഖുദ്സി അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇറക്കിക്കൊടുത്ത ഇത്തരം ആശയങ്ങളെ കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല വെല്ലുവിളിച്ചതായി കാണുന്നില്ല. ഇതാണ് മറ്റൊരു വ്യത്യാസം. മറ്റൊരു വ്യത്യാസം, പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നമുക്ക് നമസ്കാരത്തിൽ പാരായണം ചെയ്യാം. എന്നാൽ ഹദീസുൽ ഖുദ്സിയിലെ വാചകങ്ങൾ നമസ്കാരങ്ങളിൽ പാരായണം ചെയ്യുവാൻ പാടില്ല. എന്നാൽ അതിലുള്ള അദ്കാറുകൾ പാരായണം ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. എന്നാൽ ഹദീസുൽ ഖുദ്സി അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഇറങ്ങിയതാണെങ്കിലും നമസ്കാരത്തിൽ പാരായണം ചെയ്യാനുള്ള ആ ഒരു അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. ഇത്രയും വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണയായി നമ്മൾ മനസ്സിലാക്കി വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് ഹദീസുൽ ഖുദ്സിയുടെ ആശയങ്ങൾ ഇറക്കിയിട്ടുള്ളത്. അതിലെ കലിമത്തുകൾ, പദങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ്. എന്നാലും അത് തമ്മിൽ ആ ഒരു പരിശുദ്ധ ഖുർആനിൻ്റെയും ആ ഹദീസുൽ ഖുദ്സിയുടെയും ഇടയിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്, ഉസൂലുൽ ഹദീസ് പഠിക്കുമ്പോൾ പ്രധാനമായും 2 ഭാഗങ്ങളാക്കിയിട്ടാണ് തിരിക്കാറുള്ളത്. അതിലൊന്ന് മുതവാത്തിറായ ഹദീസുകൾ. മുതവാത്തിറായ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ ഒരു സംഘം ആളുകൾ നിവേദനം ചെയ്യുന്ന ഹദീസുകളെയാണ് മുതവാത്തിറായ ഹദീസുകൾ എന്ന് പറയാം. സംഘമായി ഒരുപാട് മറ്റു നാടുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ നാടുകളിൽ നിന്ന് റിപ്പോർട്ടുകൾ ചെയ്ത് ഏകോപിച്ച് ചേരുന്ന ഹദീസുകളാണ് മുതവാത്തിറായ ഹദീസുകൾ എന്ന് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഭാഗം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ ഒരുപോലെ കളവ് പറയുകയില്ല. വ്യത്യസ്തമായ നാടുകളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരുപോലെ കളവ് പറയാനുള്ള സാധ്യത വളരെ വിരളമാണ്. റസൂലുള്ളാഹിൻ്റെ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് കാണാം, മാ റവാഹു ജമാഅത്തുൻ യസ്തഹീലു ഫിൽ ആദതി തവത്തുഹും അലൽ കദിബി. കളവ് പറയുന്ന വിഷയത്തിൽ ഇത്തരം ഒരു ജമാഅത്ത് ഒരിക്കലും ഒരുമിച്ച് വരികയില്ല. സംഘം ഉള്ള ആളുകൾ ഒരിക്കലും ഒരുമിച്ച് വരികയില്ല. അതുകൊണ്ട് മുതവാത്തിറായ ഹദീസുകളൊക്കെ സ്വീകരിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് പ്രാമാണികമായ അഭിപ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കദിബ അലയ്യ മുതഅമ്മിദൻ ഫലിയതബവ്വ മഖഅദു മിനന്നാർ. ഇതൊക്കെ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബികൾ പഠിച്ചതാണല്ലോ. എൻ്റെ പേരിൽ ആരെങ്കിലും കളവ് കെട്ടിച്ചമച്ചു പറഞ്ഞാൽ അവൻ നരകത്തിലാണെന്നാണ്. വ്യത്യസ്തമായ നാടുകളിൽ നിന്ന് ഹദീസുകളുമായി വരുമ്പോൾ ജമാഅത്തായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയാനുള്ള സാധ്യത വളരെ വിരളമായതുകൊണ്ട് തന്നെ ഇങ്ങനെ ചേർന്ന് വന്ന ഒരുപാട് ആളുകൾ ചേർന്ന് ഒരുപോലെ പറഞ്ഞ ഹദീസുകൾ സ്വീകരിക്കപ്പെടേണ്ടതാണ്. അതിനെ മുതവാത്തിറായ ഹദീസുകൾ എന്ന് പറയാം എന്ന് ഈ ഉസൂലുൽ ഹദീസിൻ്റെ വിഷയത്തിൽ നമുക്ക് കാണാം. രണ്ടാമത്തെ ഭാഗം ആഹാദുകളാണ്. രണ്ടാമത്തെ ഭാഗം ആഹാദുകളായ ഹദീസുകളാണ്. ആഹാദുകളായ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ മുതവാത്തിറിൻ്റെ പരിഗണനയിൽ വരാത്ത ഹദീസുകളാണ്. മുതവാത്തിറിൻ്റെ ഇങ്ങനെ എല്ലാം ചേർന്ന് വന്ന ഒരവസ്ഥ ഈ ഹദീസുകൾക്ക് ഉണ്ടാവില്ല. ചില ന്യൂനതകൾ കണ്ടെത്തിയേക്കാം. എന്നാലും എടുത്തു കാണിക്കാൻ സാധ്യമാകാത്ത, അല്ലെങ്കിൽ അത് ഒഴിവാക്കണമെന്ന് പറയുന്ന ന്യൂനതകളല്ല, ചെറിയ ന്യൂനതകൾ. അതിൽ ന്യൂനത എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളുണ്ട്. ഒരു റാവിക്ക്, ഒരു റിപ്പോർട്ടർക്ക് ആവശ്യമായി ഉണ്ടാവേണ്ട 5 വിശേഷണങ്ങൾ ഉസൂലുൽ ഹദീസ് പഠിക്കുമ്പോൾ അത് നമ്മൾ വളരെ ഗൗരവത്തോടെ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഒന്ന്, റാവി ആദിലാവണം, അതിലുണ്ടാവണം, നീതിമാനായിരിക്കണം. അദ്ദേഹം എല്ലാ വിഷയത്തിലും, ജീവിതത്തിലും, അതുപോലെ സ്വകാര്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലുമൊക്കെ നീതിമാനായിരിക്കണം. ഈ ഒരു വിഷയം നമ്മൾ നോക്കി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു റാവിക്കുണ്ടാവേണ്ട 5 ഷർത്തുകൾ: 1, നീതിമാനായിരിക്കണം. 2, മനപ്പാടമാക്കാൻ കഴിവുള്ളവനാണ്, താമുൽ ലബ്ത്, മനപ്പാടമാക്കാൻ കഴിവുള്ളവനാകണം റാവി, റിപ്പോർട്ട് ചെയ്യുന്ന ആൾ. 3, സനദുൻ മുത്തസിൽ, അദ്ദേഹത്തിൻ്റെ പരമ്പര ചേർന്നതാവണം.
പരമ്പര ചേർന്നതാവണം. ഒരു റിപ്പോർട്ട് ചെയ്യുന്ന റാവി അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന തൊട്ട് മുകളിലുള്ള ആളുമായി ചേരണം. ഇദ്ദേഹം ജീവിച്ചത് ഏതോ ഒരു കാലത്താണ്. ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റ് അടുത്ത റാവി അതിന് എത്രയോ മുൻപ് ജീവിച്ച ആളാണ്. അങ്ങനെയാണെങ്കിൽ ആ റിപ്പോർട്ട് ഒരിക്കലും സ്വീകാര്യമാവുകയില്ല. അതുപോലെ ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത 2 നാടുകളിലാണ് ഇവർ ജീവിക്കുന്നത്. എന്നിട്ട് പറയുന്നു, ഞാൻ അയാളിൽ നിന്ന് കേട്ടു. എന്നാൽ പിന്നീട് അവരുടെ ചരിത്രം പഠിക്കുമ്പോഴേക്കും ഇവരൊരിക്കലും കാണാൻ സാധ്യതയില്ലല്ലോ, പിന്നെ എങ്ങനെ ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടി എന്ന ചർച്ചകൾ കടന്നു വരുന്നു. ഇങ്ങനെ ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്തതാണെങ്കിൽ ആ ഹദീസിനെ നമ്മൾ ഈ രൂപത്തിലെടുക്കുകയില്ല. പരമ്പര ചേർന്നതാവണം. 4, മറ്റ് ന്യൂനതകളില്ലാത്ത ആളാവണം റാവി. ഇദ്ദേഹത്തിന് കാപട്യമില്ലാതിരിക്കണം, പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഒരവസ്ഥയില്ലാതിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും തോന്നിയ പോലെ സംസാരിക്കുന്ന ആളാവാതിരിക്കണം, അല്ലെങ്കിൽ വഞ്ചിക്കാത്ത ആളായിരിക്കണം. ഇങ്ങനെ മറ്റ് ന്യൂനതകളൊന്നുമില്ലാത്ത ആളായിരിക്കണം റാവി എന്ന് പറയുന്നത്. 5-മത്തേത്, പൊതുവിൽ മുഹദ്ദിസീങ്ങളായ അല്ലെങ്കിൽ റിപ്പോർട്ടർമാരായ ആളുകളൊക്കെ ഒരുമിക്കുന്ന ഒരു വിഷയത്തിൽ ഇദ്ദേഹം എപ്പോഴും എതിര് പറയുന്ന ആൾ, അല്ലെങ്കിൽ എപ്പോഴും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾ. ആ രൂപത്തിലാണ് ഒരു നാട്ടിൽ തന്നെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു വിഷയം പറയുമ്പോൾ ഇദ്ദേഹം എതിര് നിൽക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും ഹദീസ് സ്വീകരിക്കാൻ പാടില്ല. ഒരു റാവിക്ക് 5 ഷർത്തുകളാണ് ഉണ്ടാവുക. 1, നീതിമാനാവണം. 2, മനപ്പാഠമാക്കാൻ കഴിവുള്ളവരാകണം. 3, പരമ്പര ചേരുന്നതാവണം. 4, മറ്റ് ന്യൂനതകൾ ഇല്ലാത്തവരാവണം. 5, മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാവരുത്. ഈ 5 ഷർത്തുകൾ നമ്മൾ വേഗം പഠിക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് എല്ലാ ഭാഗത്തും ഉപകരിക്കുന്നതാണ്. ഇതിൽ നിന്നുകൊണ്ടാണ് ഹദീസുകളുടെ ആദ്യത്തെ ഒരു ഭാഗം, ഇതിന് വ്യത്യസ്തമായ വശങ്ങളുണ്ടെങ്കിലും നമുക്കൊക്കെ വേഗം പഠിക്കാൻ പറ്റുന്ന, ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു ഭാഗമാണ് ഹദീസുകളുടെ 5 ഭാഗങ്ങൾ. അതിലൊന്ന് സ്വഹീഹുൽ ലിദാത്തിഹി, 2 സ്വഹീഹുൽ ലിഗൈരിഹി, 3 ഹസനുൽ ലിദാത്തിഹി, 4 ഹസനുൽ ലിഗൈരിഹി, 5 ളഈഫ്. കഴിഞ്ഞ തർബിയത്ത് ക്ലാസ്സിലൊക്കെ ഈ വിഷയം ടച്ച് ചെയ്തു പോയിട്ടുണ്ട്. അത് എങ്ങനെയാണ് അത് മനസ്സിലാക്കുക എന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമാണ്. ആ വിഷയം നമ്മൾ നേരത്തെ കാണിച്ച സ്ലൈഡ് ഇടും ഒന്നുകൂടി. ആ 5 വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം കിടക്കുന്നത്. അതിലൊന്ന് സ്വഹീഹുൽ ലിദാത്തിഹിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ആ 5 ഗുണവും ചേർന്ന് വന്ന ഹദീസ്. ഒരു റാവിക്ക്, ഒരു റിപ്പോർട്ടർക്ക് ഈ 5 ഗുണവും ചേർന്ന് വന്നു. അവരാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഹദീസിനെയാണ് സ്വഹീഹുൽ ലിദാത്തിഹി എന്ന് പറയാം. അത് പവർ പെർഫെക്റ്റാണ്, അതിലൊരു സംശയവുമില്ല. ഹദീസ് പൂർണ്ണമായി സ്വീകരിക്കാം. ആ ഹദീസ് പൂർണ്ണമായി സ്വീകരിക്കാം. സ്വഹീഹുൽ ലിദാത്തിഹി ഈ 5 ഗുണങ്ങളും ചേർന്ന് വന്നതാണ്, ഏറ്റവും യോജിച്ചതാണ്. എന്നാൽ അതിൽ നിന്ന് ഒന്നൊഴിവാകുന്നു, ഏതെങ്കിലും ഒരു ഷർത്ത് ഒഴിവാകുന്നു. ഒരു വ്യക്തിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സനദിൽ ഒരു റാവിക്ക് ഒരല്പം ഓർമ്മപ്പിശകുണ്ട്. അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മപ്പിശകുള്ള ആളാണ് എന്ന് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ആദിലല്ല, നീതി കാണിക്കാത്ത ആളാണ്, എല്ലാവരോടും ഒരുപോലെ നീതി കാണിക്കുന്ന ആളല്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി ഒരു വ്യക്തിൻ്റെ അടുത്ത് പോയിന്ന്. അദ്ദേഹം തൻ്റെ കുതിരക്ക് ഭക്ഷണം കൊടുക്കുന്നത് കാണുകയുണ്ടായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. കൊടുക്കുന്നതിനിടയിൽ അദ്ദേഹം ആ കൊടുക്കുന്ന ഭക്ഷണം ഒന്ന് വലിച്ചു അത്രേ. ആ കുതിര കഴിക്കാൻ പോകുന്ന സമയത്ത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ആ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല, അദ്ദേഹത്തെ സ്വഹീഹുൽ ലിദാത്തിഹിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അത് കാരണം അദിലിൻ്റെ വിഷയത്തിൽ ചെറിയൊരു ന്യൂനതയുണ്ട്. അതിലാണ് ശരിയാണ്, പക്ഷേ ഒരു ചെറിയ ന്യൂനത ഞാൻ കാണുന്നു. അപ്പം അത്രയും പെർഫെക്റ്റുള്ള ഹദീസുകളെയാണ് സ്വഹീഹുൽ ലിദാത്തിഹിൽ ഉൾപ്പെടുത്തുക. എല്ലാം യോജിച്ചത്, ഏറ്റവും നല്ല സമ്പൂർണ്ണമായ മുഅ്മിനീങ്ങളായ ആളുകളായിരിക്കും അതിൻ്റെ റിപ്പോർട്ടർമാർ.
ഇതിലേതെങ്കിലും ഒരു ഷർത്ത് അത് മുഴുവനായി ഏറ്റവും താഴെക്കിടയിലാണ് എന്നല്ല, അതിലേറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഒരു വിഷയത്തിൽ ഒരു അശ്രദ്ധമായൊരു കാര്യം വന്നാൽ അതിനെ, ആ ഹദീസിനെ ഹസൻ എന്ന് പറയും. ഏതെങ്കിലും ഒരു ഷർത്ത്, ആ ഷർത്തിൽ നിന്നൊരല്പം നെഗറ്റീവ്, ഒരല്പം മൈനസ് വന്നു, ഒരല്പ കാര്യം, ആ ഹദീസിനെയാണ് ഹസൻ എന്ന് പറയാം. ഹസനായ ഹദീസുകളും സ്വീകരിക്കപ്പെടേണ്ടതാണ്. പക്ഷേ സ്വഹീഹിൻ്റെ അത്ര പെർഫെക്റ്റ് അല്ല ഹസനായ ഹദീസുകൾ. ഈ ഒരു വിഷയത്തിൽ രണ്ടാമത്തെ ഒരു വിഷയം നമ്മൾ പഠിക്കുകയാണ്, സ്വഹീഹുൽ ഗൈരിഹി. ആ രൂപം എന്ന് പറയുന്നത് ഹസനായ ഹദീസിൽ ആ റിപ്പോർട്ട് ചെയ്ത സ്വഹാബികളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കാണുമ്പോഴാണ്. ചില സ്വഹാബികൾക്ക് അല്ലെങ്കിൽ ചില റാവിമാർക്ക് ഓർമ്മ പിശകായിരിക്കും, ചില റാവിമാർക്ക് അദിലിൻ്റെ വിഷയത്തിലായിരിക്കും പ്രശ്നം, ചില റാവിമാർക്ക് മറ്റുള്ളവരുമായി ഇടപെടുന്ന ന്യൂനതയായിരിക്കും എന്തെങ്കിലും പ്രശ്നം. ഇങ്ങനെ ചില റാവിമാർക്ക് ചില പ്രശ്നങ്ങളായിരിക്കും. എന്നാൽ ഇതേ ആശയം വരുന്ന മറ്റൊരു ഹദീസ് വേറൊരു റാവി റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ആൾക്കുള്ള പ്രശ്നം അദ്ദേഹത്തിനില്ല. ഈ ഓർമ്മ പിശകാണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നമെങ്കിൽ ഇതേ ആശയം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു സ്വഹാബിയുടെ അവസ്ഥ നോക്കുമ്പോൾ ഈ ഒരു ന്യൂനത പരിഹരിക്കപ്പെടുന്നു. മറ്റൊരു ഹദീസ് ഇതേ ആശയം വന്നപ്പോൾ മറ്റൊരാൾക്കുള്ള ന്യൂനത ഇവിടെയില്ല. ഈ രൂപത്തിൽ ഒരു ന്യൂനതയെ മറ്റൊരു കാര്യം കൊണ്ട് ബലപ്പെടുന്നുവെങ്കിൽ, മറ്റൊരു ഹദീസ് കൊണ്ട് ബലപ്പെടുന്നുവെങ്കിൽ ആ ഹദീസിനെ സ്വഹീഹുൽ ലിഗൈരിഹി എന്ന് പറയും. ആദ്യത്തെ അത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും മറ്റുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബലപ്പെട്ടത് തന്നെയാണ്. ചെറിയ ചെറിയ ന്യൂനത മാത്രമേ അതിൽ കാണുന്നുള്ളൂ. മറ്റുള്ളവർ ഒക്കെ ഒരുമിച്ച് ചേർന്നപ്പോൾ സ്വഹീഹിൻ്റെ അത്ര തന്നെ ചെയ്യാം, പക്ഷേ ചെറിയൊരു ന്യൂനതയുണ്ടായതുകൊണ്ട് അതിനെ സ്വഹീഹുൽ ലിഗൈരിഹി എന്ന് വിളിച്ചതായി കാണാം. അഞ്ചാമത്തെ വിഷയം ളഈഫാണ്. ളഈഫ് ഒരു ഹദീസിലുള്ള റാവിമാർക്ക് എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ, ഈ ഷർത്തിൽപ്പെട്ട ഒരു പ്രശ്നങ്ങൾ ഒരല്പം കൂടുതലായി കാണുകയാണെങ്കിൽ വളരെ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന രൂപത്തിൽ സൂചിപ്പിച്ചതാണ് ഈ വിഷയങ്ങളൊക്കെ. ഒരു ചെറിയൊരു ദുർബലത കാണുകയാണെങ്കിൽ അതിനെ ളഈഫ് എന്ന് വിളിക്കാം. ളഈഫായ ഹദീസുകളുടെ വ്യത്യസ്തമായ ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയും. ആ ളഈഫായ ഹദീസുകളിൽ റാവിമാർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. എന്നാൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന മറ്റു ഹദീസുകൾ കടന്നു വന്നു. ഒരു സ്വഹാബിക്ക് ഓർമ്മശക്തിയാണ് പ്രശ്നം, അദ്ദേഹത്തിന് തീരെ ഓർമ്മശക്തിയില്ല. മറ്റൊരു സ്വഹാബിക്ക് അദിലിൻ്റെ വിഷയമാണ് പ്രശ്നം. ആ ഹദീസുകളൊക്കെ നമ്മൾ ളഈഫിൻ്റെ പരിഗണനയിൽപ്പെടുത്തും. എന്നാൽ ഇതേ പ്രശ്നങ്ങൾ മറ്റൊരു രൂപത്തിൽ പരിഹരിക്കപ്പെടുകയാണെങ്കിൽ അതിനെ ഹസനുൽ ലിഗൈരിഹി എന്ന ഒരു മാർഗത്തിലേക്ക് നടത്തിയിട്ടാണ് ഈ ഉസൂൽ ഹദീസിൻ്റെ വിഷയത്തിലുള്ളത്. വളരെ എളുപ്പത്തിൽ ഒരല്പം കൂടി ചിന്തിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിയുന്ന വിഷയം തന്നെയാണ് ഇത്. ഒരു വലിയ സംഭവമൊന്നുമല്ല. ഇതിൻ്റെ വ്യത്യസ്തമായ രംഗങ്ങൾ പിന്നീട് വരുന്നുണ്ട്. എന്നാലും ഹദീസുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്തരം പേരുകൾ, സ്വഹീഹായ ഹദീസുകൾ, സ്വഹീഹുൽ ലിദാത്തിഹി, സ്വഹീഹുൽ ലിഗൈരിഹി, ഹസനുൽ ലിദാത്തിഹി, ഹസനുൽ ലിഗൈരിഹി, ളഈഫായ ഹദീസുകൾ എന്നൊക്കെയുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. അതേപോലെ മുർസലായ ഹദീസുകളുണ്ട്. ഇനി വ്യത്യസ്തമായ ഹദീസുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീടുള്ള ഉസൂൽ ഹദീസിൻ്റെ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കും. ഈ ഒരു രൂപത്തിൽ ഹദീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയൊരു വിഷയമാണ്. അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹദീസുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ സാധ്യമാകുന്ന ഒരുപാട് വീഡിയോകൾ, ഒരുപാട് ക്ലാസ്സുകൾ യൂട്യൂബുകളിലുണ്ട്. അതുമായി മനസ്സിലാക്കി ഒന്നിരുന്ന് പഠിച്ചാൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയും. ഇത് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകണം എന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും ഹദീസിൻ്റെ ഒരു ബാഹ്യമായ ഒരു രൂപം, ഒരു മനസ്സിലാക്കൽ നമ്മുടെ ഇടയിൽ ഉണ്ടാവണം. പരിശുദ്ധ ഖുർആനിൻ്റെ ക്ലാസ്സുകളിൽ നമ്മൾ ഇരിക്കുന്നത് പോലെ തന്നെ ഈ ഹദീസിൻ്റെ വിഷയത്തിലും ക്ലാസ്സുകൾ കേട്ട് മനസ്സിലാക്കി ചിന്തിച്ച് അതിലുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ഹദീസുകൾ
മനഃപ്പാഠമാക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെക്കുറിച്ച് ചോദിച്ചാൽ നമുക്ക് അറിയും. പലതും നമ്മൾ പരിശുദ്ധമായ നമസ്കാരങ്ങളിലും അതുപോലെ ഉള്ള ആരാധനകൾക്കും പാരായണം ചെയ്യുന്നുണ്ട്. എന്നാൽ ഹദീസുകളുടെ വിഷയത്തിൽ എത്ര ഹദീസുകൾ നമുക്കറിയാം എന്ന് ചോദിച്ചാൽ ഒന്നോ രണ്ടോ ഹദീസുകൾ തന്നെ പൂർണ്ണമായി അറിയുമോ എന്ന് പോലും നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആ അറിയുന്ന ഹദീസുകൾ തന്നെ അതാരാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് നമുക്കറിയുമോ എന്നുള്ളതും ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ മോചനത്തിന് വേണ്ടി ഇറക്കിയ 2 സന്ദേശങ്ങളാണ് പരിശുദ്ധമായ ഖുർആനും ഹദീസുകളും എന്ന് മനസ്സിലാക്കി, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ വന്നതാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ ആഴം ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായി പഠിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.